നല്ല പഴുത്ത നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു 4 മണി പലഹാരമാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ വളരെ ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ടും. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്നൊന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് നേന്ത്രപ്പഴമാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു വലിയ നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അത് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് പാനിൽ ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ഭാഗം ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് തിരിച്ചും കൂടെ ഇട്ട് കൊടുത്തിട്ട് ആവശ്യം ഒന്നങ്ങ് മൊരിച്ചെടുക്കാം. ഇനി സെയിം പാനിൽ തന്നെ കുറച്ച് കാഷ്യൂ അതുപോലെ മുന്തിരിയും കൂടി ഒന്നങ്ങ് വഴറ്റിയിട്ട് മാറ്റി വെക്കാം. എന്നിട്ട് ആ സെയിം പാനിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ അതുപോലെ ശർക്കരയും കൂടി ചേർത്ത് ഒന്നങ്ങ് റോസ്റ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 4-5 സ്പൂണ് മൈദ ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് ഒരു മുട്ടയും ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ അളവിൽ പഞ്ചസാരയും ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്ത് ഒന്നങ്ങ് നന്നായിട്ട് അടിച്ചെടുക്കാം കേട്ടോ. ഇനി അതവിടെ ഇരിക്കട്ടെ. നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങയിലേക്ക് നമ്മുടെ കാഷ്യും കൂടി ചേർത്ത് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കോരി മാറ്റാം. സെയിം പാനിൽ നമുക്കൊരു സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ അടിച്ച് വെച്ചിരിക്കുന്ന മൈദയുടെ മുട്ടയുടെ മിക്സ് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു 10-20 സെക്കൻഡോളം ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് നമ്മൾ വാട്ടി വെച്ചിരിക്കുന്ന പഴം ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു പഴമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ പാന് വലുതാണെങ്കിൽ കുറച്ചും കൂടി മൈദയുടെ മുട്ടയുടെ അളവ് കൂട്ടുക, അതുപോലെ തന്നെ ഇതിൻ്റെ പഴത്തിൻ്റെ അളവും കൂട്ടിയെടുക്കുക കേട്ടോ. ഇനി അതിൻ്റെ മേലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങയുടെ മിക്സ് ഒന്നങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഫുള്ളായിട്ട് എല്ലാ ഭാഗത്തേക്കും ആവുന്ന വിധത്തിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ ഒന്നങ്ങ് റോൾ ചെയ്തെടുക്കാം കേട്ടോ. റോൾ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാനിപ്പോൾ ഇത് വീഡിയോ എടുക്കുമ്പോൾ അത് സ്കിപ്പായി പോയതാണ്. അപ്പോൾ ഇതുപോലെ റോൾ ചെയ്തെടുത്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് 2 സൈഡും ഒന്നങ്ങ് മൊരിച്ചെടുത്താൽ സംഭവം സെറ്റായി. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വൈകുന്നേരം ചായക്കും അതുപോലെ വിരുന്നുകാർ വരുമ്പോഴൊക്കെ കൊടുക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് തന്നെയാണ്. ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. പുതിയ വീഡിയോയുമായി നമുക്ക് പെട്ടെന്ന് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.